It's me TP Shamim. Welcome to all to Shamim Sparks. Shamim Sparks in the മറ്റൊരു സ്പോക്കൺ ഹിന്ദി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് നേരത്തെ പഠിച്ചു വെച്ച പ്രയോഗങ്ങളാണ്. അഥവാ നമ്മുടെ സംസാര ഭാഷയിലേക്ക് ആലങ്കാരികതയും മനോഹാരിതയും കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചില പ്രയോഗങ്ങൾ. ഈ പ്രയോഗങ്ങൾ നമ്മൾ സെൻറ്റൻസിലേക്ക് കടത്തിവിടുമ്പോൾ അത് കുറച്ചും കൂടിയും ഭാഷയെ അട്രാക്റ്റീവും ഇംപ്രസീവും മതിപ്പും അതേപോലെ ആകർഷണവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അടുത്ത രണ്ട് വാക്കുകൾ എന്നുള്ളത്. ഒന്ന് വാല എന്നാണ്, മറ്റൊന്ന് കീ എന്നാണ്. ഇവിടെ വാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു വസ്തു ആ വസ്തുവിൻ്റെ ഉടമസ്ഥത അല്ലെങ്കിൽ ആ വസ്തു വിൽക്കുന്ന ആള്, ഇവരൊക്കെയാണ് എന്താണ് ഈ വാല എന്ന് പറയുന്നത്. വസ്തുവിൻ്റെ ഉടമസ്ഥതയിലുള്ളവനാണെങ്കിൽ അല്ലെങ്കിൽ വിൽക്കുന്ന ആണെങ്കിൽ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നവനാണെങ്കിൽ ഇതൊക്കെയാണ് ഈ വാല എന്നുള്ള പ്രയോഗം വരുന്നത്. നമുക്ക് കുറച്ച് വേർഡുകളിലേക്ക് പോവാം, അതിനുശേഷം സെൻറ്റൻസിലേക്ക് കടത്തിവിട്ട് നോക്കാം. ആദ്യമായിട്ട് ഇപ്പോൾ റിക്ഷാവാല, റിക്ഷക്കാരൻ, ഓട്ടോക്കാരൻ എന്ന് പറയാം, റിക്ഷാവാല എന്നാണ് പറയാം. അതേപോലെ പണക്കാരൻ എന്ന് പറഞ്ഞാൽ പൈസേവാല, റൊട്ടി വിൽപ്പനക്കാരൻ റൊട്ടിവാല, അതേപോലെ ഹൽവ ഉണ്ടാക്കുന്നവൻ ഹൽവ വാല. അപ്പോൾ ഏത് സ്ഥലത്ത് താമസിക്കുന്നവൻ, എന്തുകൊണ്ട് നിർമ്മിച്ചത്, എന്ത് വിലയുള്ളത് എന്നൊക്കെ സൂചിപ്പിക്കാനാണ് ഈ വാല ചേർക്കുന്നത്. ഇപ്പോൾ നമുക്ക് 2000 രൂപ വിലയുള്ള സാരി, 2000 രൂപയെ വാലി സാടി. അപ്പം ആ 2000 രൂപ വിലയുള്ള സാരി എന്ന് പറയുന്നു. അതേപോലെ 10 രൂപയുടെ പുസ്തകം, 10 രൂപയെ വാലി കിതാബ്. ഇവിടെ കിതാബ് എന്നുള്ള സ്ത്രീലിംഗമായതുകൊണ്ടാണ് വാലി എന്ന് വന്നത്. അതേപോലെ തന്നെ ഡൽഹിക്കാരൻ സർദാർ, ദില്ലിവാല സർദാർ. അതേപോലെ നമ്മൾ പറയാണ് മീശക്കാരൻ മനുഷ്യൻ, മൂച്ച് വാല ആത്മി, മീശക്കാരൻ മനുഷ്യൻ. അതേപോലെ അവൻ്റെ സ്നേഹിതൻ പണക്കാരനാണ്, ഉസ്കാ ദോസ്ത് പൈസേവാല ഹെ, പൈസേവാല പണക്കാരനാണ് എന്നാണ് പറയുന്നത്. അതേപോലെ മുൻപിലുള്ള ജനാലക്കരികിൽ ഒരു പെൺകുട്ടി നിൽപ്പുണ്ട്, സാമനെ വാലി കിടക്കി കെ പാസ് ഏക് ലടുക്കി കടി ഹെ, സാമനെ വാലി കിടക്കി കെ പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഏക് ലടുക്കി സഡിഹെ നിൽപ്പുണ്ട്. അതേപോലെ മലബാറിലേക്കുള്ള വണ്ടി ഉടൻ വരുന്നതാണ്, മലബാർ കി ഘാടി അബി ആനെ വാലി ഹെ. നമ്മൾ റെയിൽവേ സ്റ്റേഷനൊക്കെ നമ്മുടെ ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വരുമ്പോൾ സാധാരണ പറയാറുണ്ട്, മലബാർ കി ഘാടി അബി ജാനെ വാലി ഹെ, ഇപ്പോൾ മലബാറിലേക്കുള്ള വണ്ടി വരുന്നതാണ്, ഉടൻ വരുന്നതാണ് എന്നൊക്കെയാണ് അത് പറയുന്നത്. അതേപോലെ ആ കുട്ടി കള്ളം പറയുന്നവനാണ്, വോ ലടുക്ക ജൂട്ട് ബോൽനെ വാലാ ഹെ. അപ്പോൾ ഇതൊരു ചില വാക്കുകൾ നമ്മൾ ഒരു വ്യക്തിയെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ആണ് എന്നർത്ഥം വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇംഗ്ലീഷിൽ ഹീസ് എ പ്ലെയർ, അവൻ കളിക്കാരനാണ് എന്നൊക്കെ പറയുന്നില്ലേ, ഹീസ് എ ഫുട്ബോളർ. അതേപോലെ ഹീസ് എ റൈറ്റർ, എഴുത്തുകാരനാണ്. ഈ രീതിയിലാണ് ഒരു വ്യക്തിയോടൊപ്പം കൂട്ടിച്ചേർക്കുമ്പോൾ വരുന്നത്. അപ്പോൾ ഏതായാലും ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു സെൻറ്റൻസും കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത കീ എന്നുള്ള വാക്കിലേക്ക് കടക്കാം. ആദ്യം വരുന്നവന് സമ്മാനം ലഭിക്കും, പഹലെ ആനെ വാലേക്കോ ഇനാം മിലേഖ. അപ്പോൾ ഇനാം എന്ന് പറഞ്ഞാൽ സമ്മാനം ലഭിക്കും. ഇനി നമുക്ക് അടുത്ത കീ എന്നുള്ള പ്രയോഗമാണ്. കീ എന്നുള്ളത് സാധാരണ നമ്മുടെ ഇംഗ്ലീഷിൽ സെഡ് ദാറ്റ് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നൊക്കെ പറയും. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നവർ മനസ്സിലാക്കുക, ഇതൊക്കെ സംസാര ഭാഷയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആലങ്കാരികത കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതല്ലാതെയും സംസാരിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഫൈൻ. ആദ്യം തന്നെ രാമൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് രാംനെ കഹ എന്നാണ് പറയാം. അതേപോലെ സീത പാട്ട് പാടണം എന്ന് പറയുമ്പോൾ സീതാക്ക് ഗീത് ഗാന ചാഹിയെ. അപ്പോൾ സീതാക്കോ ഗീത് ഗാന ചാഹിയെ, രാംനെ കഹ സീതാക്കോ ഗീത് ഗാന ചാഹിയെ. ഇത് നമ്മൾ എന്താണ് കൂട്ടിയിട്ട് പറയുകയാണെങ്കിൽ, അതായത് ഈ രണ്ട് വാക്യങ്ങളും ചേർത്ത് ഒറ്റ വാക്യമായി പറയുമ്പോൾ അവിടെ അതിൻ്റെ നടുക്കാണ് കീ എന്നുള്ള ഘടകമായിട്ട് വരുന്നത്. ഇപ്പം നമുക്ക് നോക്കാം. രാംനെ കഹ കി സീതാക്കോ ഗീത് ഗാന ചാഹിയെ, സീത പാട്ട് പാടണമെന്ന് രാമൻ എന്ത് ചെയ്യുന്നു, പറഞ്ഞു. അതേപോലെ ഹിമാലയമാണ് ഏറ്റവും വലിയ പർവ്വതമെന്ന് അധ്യാപകൻ പറഞ്ഞു, അധ്യാപകനെ കഹാ കി സബ്സെ ബഡാ പഹാഡ് ഹിമാലയ ഹെ. അതേപോലെ എല്ലാ മതങ്ങൾക്ക് വേണ്ടി ഒരേ ഒരു ഈശ്വരനെ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുക പതിവായിരുന്നു. വേ കഹാ കർത്തേ ഥേ കി സബ് ധർമ്മോ കെ ലിയെ ഏക് ഹി ഈശ്വർ ഹെ. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഒരു സെൻറ്റൻസുകളിലാണ് നമ്മൾ ഇത് വരുന്നത്. ഞാൻ ഇന്ന് കോളേജിൽ പോകില്ലെന്ന് പെൺകുട്ടി പറഞ്ഞു, ലഡ്കീനെ കഹാ കി മേ ആജ് കോളേജ് നെഹി ജാവുങ്കി.
ഇനി ഇതേ സാധനം തന്നെ കാരണത്താൽ അല്ലെങ്കിൽ ആയതിനാൽ എന്ന അർത്ഥത്തിലും കി എന്നുള്ള പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 2 സെൻറ്റൻസ് പറയാം. ഇപ്പം താങ്കളുടെ കത്ത് കിട്ടിയതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. മേ ബഹുത് ഖുഷ് ഹൂം കി ആപ്കാ പത്ര മിലാ ഹെ. അതേപോലെ തന്നെ താങ്കൾ ഞങ്ങളുടെ വീട്ടിൽ വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഹമേ ബഹുത് ഖുഷി ഹുയി കി ആപ് ഹമാരെ ഘർ ആയേ. അപ്പോൾ ഇത്തരം പ്രയോഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഭാഷ കുറച്ചും കൂടിയും ഭംഗിയുള്ളതായിരിക്കുമെന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് ഞാൻ ഇനി അടുത്ത വിഷയവുമായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സോ ഓൾ ദ ബെസ്റ്റ് ടു എവ്രി വൺ.